ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും അതിന് താഴെ വരുന്ന ഏറ്റവും കോമൺ ആയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, സാർ മോഡൽ എക്സാമിന് ഇനി ആകെ ഒരു മാസം മാത്രമേ ഉള്ളൂ, ഇനി പഠിച്ചു തുടങ്ങിയാലും ഞങ്ങൾക്ക് A+ ലഭിക്കുമോ എന്നതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്, യെസ്. വളരെ ബിഗ് യെസ് തന്നെയാണ് അതിൻ്റെ ശരിയായ ഉത്തരം. എങ്ങനെയാണത് നേടുക എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നേടിയെടുക്കാൻ സാധിക്കും എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇനി അതിനെങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിച്ചാലാണ് ഇനി വരാനിരിക്കുന്ന മോഡൽ എക്സാമിന് A+ എല്ലാ സബ്ജക്റ്റുകളിലും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുക എന്ന കാര്യം നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇത് എളുപ്പമുള്ള പരിപാടിയല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പറയുന്ന A+ നേടിയെടുക്കുക എന്ന് പറയുന്നത് സാധ്യമായ പരിപാടിയല്ല. ഇനി അങ്ങോട്ടുള്ള ഒരു മാസം കൃത്യമായി പറയുകയാണെങ്കിൽ ഫെബ്രുവരി 16-ാം തീയതിയാണ് മോഡൽ എക്സാം ആരംഭിക്കാൻ പോകുന്നത്. സോ അതുവരെയുള്ള ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. ഇത്ര നാൾ നിങ്ങൾ എങ്ങനെ പഠിച്ചുവോ അതിൻ്റെ ഇരട്ടി പഠിക്കേണ്ട സമയമാണ് ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും. സോ ഒരു ദിവസം എത്ര സമയം പഠിക്കണമെന്നാണ് പല മക്കളുടെയും ചോദ്യം. ഏറ്റവും ചുരുങ്ങിയ സമയം പറയുകയാണെങ്കിൽ ഏറ്റവും ലിമിറ്റഡ് ആയിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും പഠിക്കണം. ഇന്ന് ഞാനൊരു സ്കൂളിൽ ഓഫ്ലൈൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. ആ സ്കൂളിൽ മക്കളോട് ഞാൻ ചോദിച്ചു, മക്കളെ 3 മണിക്കൂർ നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ പലരും വാ തുറന്നു പോയി. 3 മണിക്കൂറൊക്കെ പഠിക്കണോ? മക്കളെ 3 മണിക്കൂർ ഏറ്റവും കുറഞ്ഞ സമയമാണ്. രാത്രി ഒരു 2 മണിക്കൂറും രാവിലെ ഒരു 1 മണിക്കൂറും വെച്ചെങ്കിലും നിങ്ങൾ കൃത്യമായി തന്നെ പഠിക്കേണ്ടതുണ്ട്. അഥവാ ഒരു ദിവസം 2 ചാപ്റ്റർ വെച്ച് പഠിച്ചു തീർത്താൽ മാത്രമേ മുഴുവൻ കോർ സബ്ജക്റ്റുകളുടെ ചാപ്റ്ററും നിങ്ങളുടെ ഇനി വരാനിരിക്കുന്ന മോഡൽ എക്സാം ആവുമ്പോഴേക്കും പഠിച്ചു തീർക്കാൻ സാധിക്കത്തുള്ളൂ. പഠിക്കുക എന്ന് പറഞ്ഞാൽ മലയാളം വായിക്കുന്ന പോലെ വായിച്ചു തീർത്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അതിനകത്തുള്ള എല്ലാ കോൺസെപ്റ്റുകളും മോസ്റ്റ് പോസിബിളായ എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായി തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇനി വരാനിരിക്കുന്ന മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും അടുത്തൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷ തന്നെയാണ്. പല സബ്ജക്റ്റുകളിലും നിങ്ങൾ വിചാരിക്കുന്ന ഒരു ചോദ്യ പേപ്പർ ആയിരുന്നില്ല. വളരെ നന്നായി തന്നെ ഓണം എക്സാമിന് പെർഫോം ചെയ്ത കുട്ടികൾക്ക് പോലും അത്രത്തോളം ഷൈൻ ചെയ്യാൻ ക്രിസ്മസ് പരീക്ഷയ്ക്ക് സാധിച്ചില്ല. സോ അതൊരു സൂചനയായി തന്നെ കണ്ട് അതേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഇനി വരാനിരിക്കുന്ന മോഡൽ എക്സാമിന് കൂടി ഉണ്ടാവുമെന്ന യാഥാർത്ഥ്യം എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. പിന്നെ 10ാം ക്ലാസ് അല്ലേ, മാർക്ക് മേടിച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നം, A+ ഇല്ലെങ്കിൽ തല പോവുക എന്നൊക്കെ ആലോചിക്കുന്ന മക്കളുണ്ടാവും. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ തലയൊന്നും പോകില്ല. 10ാം ക്ലാസ് പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിൽ മാർക്ക് 1-2 A+ കുറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10ാം ക്ലാസ്സിൻ്റെ A+കളുടെ എണ്ണത്തിനനുസരിച്ച് മാത്രമേ +1 +2 നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ വാക്കൻസി നോക്കി ഏതെങ്കിലും ഒരു കോഴ്സ് എനിക്ക് നേടിയാൽ മതി എന്ന് പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്കിപ്പോൾ ബയോളജി സയൻസ് പഠിക്കാനാണ് ആഗ്രഹം, എനിക്ക് എൻ്റെ ജില്ലയിലുള്ള ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ, ഏറ്റവും പ്രീമിയം സ്കൂളിൽ തന്നെ, ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ എനിക്ക് പഠിക്കണം എന്ന തിരിച്ചറിവ്, എന്ന ബോധ്യം നിങ്ങൾക്ക് ഈ മൊമെന്റിൽ ഉണ്ടെങ്കിൽ ഇനിയുള്ള ദിവസം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിലപ്പെട്ടതാണ്. സമയം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സമയം മാത്രമാണ് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കാത്തത്. അതിനനുസരിച്ച് നന്നായി തന്നെ നിങ്ങൾ തയ്യാറെടുക്കുക. ഏറ്റവും മികച്ച റിസൾട്ട് തന്നെയാണ് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. നിങ്ങൾക്ക് വേണ്ടി രാവും പകലുമില്ലാതെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ പാരൻസിന് വേണ്ടിയെങ്കിലും കൃത്യമായി തന്നെ പഠിക്കുക. കാരണം ഇപ്പോൾ പലരും നിങ്ങളോട് പറയും, മകളെ നീ പഠിക്കടാ 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 എന്ന് വാദോരാതെ പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ ഏറ്റവും ബ്രൈറ്റ് ആക്കി മാറ്റാൻ വേണ്ടി തന്നെയാണ്. അത് മനസ്സിലാക്കി നന്നായി തന്നെ പഠിക്കുക മക്കളെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു റിസൾട്ട് വരുമ്പോൾ എല്ലാ സബ്ജക്റ്റുകളുടെ നേർക്കും ആ ഫുൾ A+ എന്ന് പറയുന്ന ഐക്കൺ നിങ്ങൾ കാണാൻ പോവുകയാണ്. അതിനി അങ്ങോട്ടുള്ള ഒരു മാസം ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടിയിരിക്കും. ഒരു സംശയവും നിങ്ങൾക്ക് അതിനകത്ത് വേണ്ട. ഇനി സാർ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചാൽ എനിക്ക് ഈ പറയുന്ന റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് സംശയമുണ്ട്, എനിക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ സൈലത്തിൻ്റെ എൻഗെയിം ബാച്ചിലോട്ട് ഇനിയും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇനി വളരെ ചുരുങ്ങിയ ദിവസത്തോടു കൂടിയേ നമ്മുടെ ന്യൂ ഇയർ ഓഫർ കറന്റ് ഉണ്ടാവത്തുള്ളൂ. സോ ലിമിറ്റഡ് ടൈം ഓഫറാണ്. ഇനിയും നിങ്ങൾക്ക് ഓഫറോടുകൂടി അഡ്മിഷൻ എടുത്ത് മോഡൽ എക്സാമിന് നന്നായി തന്നെ തയ്യാറെടുക്കാം. ഇനിയും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് അതിന് സാധിക്കുകയില്ല. സോ ഒട്ടും തന്നെ ലേറ്റ് ആക്കരുത്. അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കുക. ഗംഭീരമായിട്ട് പഠിക്കുക. സൈലം കൂടെയുണ്ട്. ഷാർക്കാട്ടം.